ഇന്നിപ്പോൾ ഇ കൊമേഴ്സിന്റെ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ കച്ചവടക്കാരെ പിഴിയുന്ന ആൾക്കാർ ഇന്ന് ഇന്ത്യയെ പിടിമുറുക്കിയിരിക്കുന്ന ബഹുരാഷ്ട്ര ഇ കൊമേഴ്സ് ഭീമന്മാരോട് കാണിക്കുന്ന ഒരു സ്നേഹവായ്പയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആമസോൺ പോലുള്ള വലിയ വലിയ ഭീമന്മാര് നിങ്ങളുടെ വേർപ്പിലാണ് അവർ ഇ കൊമേഴ്സ് നടത്തുന്നത്. നിങ്ങൾ വാടകയെല്ലാം കൊടുത്ത് കഷ്ടപ്പെട്ട് ജീവനക്കാർക്ക് ശമ്പളവും കൊടുത്ത് ഒരു പീടിക നടത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ ചെലവിൽ ഇ കൊമേഴ്സ് നടത്തി ലാഭമുണ്ടാക്കുകയാണ്. ഇ കൊമേഴ്സിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഇപ്പോൾ ഇ കൊമേഴ്സ് വേറെ ലെവലിലേക്ക് പോയി. ആൻസലിന്റെ നാട്ടിലുണ്ടോന്നറിയില്ല. ബ്ലിങ്കിറ്റ് നമ്മുടെ നാട്ടിലേക്ക് വന്നോ? ബ്ലിങ്കിറ്റ് കൊച്ചിയിലെത്തിയിട്ട് ബ്ലിങ്കിറ്റ് ഒരു സാധനം ഓർഡർ ചെയ്താൽ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും. 10 മിനിറ്റ് കൊണ്ട്. ഗഫൂർ ഭായി ബ്ലിങ്കിറ്റിലാണോ ഇപ്പം മേടിക്കുന്ന സാധനം? ഇല്ലല്ല. അവിടെ ഇടയ്ക്ക് നമ്മുടെ ഈ ഗഫൂറിനെയൊക്കെ വീട്ടിൽ പോയി പരിശോധിക്കണം കേട്ടാ, ഏത് രൂപത്തിലാണ് സാധനം മേടിക്കണം എന്നുള്ള കാര്യം. അതെ, 10 മിനിറ്റ് കൊണ്ട്. ഇത് എവിടുന്നാ വരുന്നതെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, എന്താ കാരണം? അവർക്ക് യാതൊരുവിധ നിയമങ്ങളും ബാധകമല്ല. ചിലർ പറയുന്നു റോഡ് സൈഡിൽ വലിയ ട്രക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഒരു 5-8 സ്കൂട്ടറുകാരെയും കൂടി സംഘടിപ്പിച്ച് ഓർഡർ കിട്ടുന്ന മുറയ്ക്ക് പൊടുന്നരെ അവർ സാധനം എത്തിക്കും. അവർക്ക് രാജ്യത്തിന്റെ നിയമം ബാധകമല്ല. പക്ഷേ നമ്മുടെ അയൽവക്കത്ത് പതിറ്റാണ്ടുകളോളം നമ്മളെ നോക്കി നടത്തിയ ഒരു വ്യാപാരിയുടെ ചങ്കിലാണ് ഒരുപക്ഷെ ഈ അമ്പ് തറയ്ക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശോധിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനമില്ല. ഇനിയിപ്പോൾ ചെറുകിട വ്യാപാര മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാൻ. പണ്ടൊക്കെ ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ ശക്തി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചിരുന്നത് നമ്മുടെ നാട്ടുകാർക്ക് നടത്താൻ കഴിയുന്ന സംവിധാനങ്ങളിലേക്കൊന്നും വിദേശ മൂലധനം വേണ്ടതില്ലെന്നുള്ളതാണ്. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട മുട്ടയോ പാലോ അരിയോ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി വേറൊരു വലിയ ഒരു സാമ്രാജ്യത്വ പരിവേഷമുള്ള ഒരു അന്താരാഷ്ട്ര ഭീമന്റെ ആവശ്യമില്ല എന്ന് ഇടതുപക്ഷക്കാർ കൃത്യമായി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ മത്സരിച്ച് അവര് ഇതുപോലുള്ള ഭീമന്മാരെ നമ്മുടെ നാട്ടിലേക്ക് ആനയിക്കുകയാണ്. ഇപ്പൊ ഈ ആമസോൺ എന്ന് പറഞ്ഞ ആളുടെ, ആമസോണിന്റെ മുതലാളി എന്ന് പറയുന്നത് ജെഫ് ബിസോസ് ആണ്. ഇവരൊക്കെ നമ്മുടെ രാജ്യം സന്ദർശിച്ച് ആദ്യത്തെ കൂടിക്കാഴ്ച നടത്തുന്നത് പ്രധാനമന്ത്രിയായിട്ടാണ്. അപ്പോൾ അവരുടെ ഈ പറയുന്ന സംവിധാനത്തിന്റെ മുകളിലുള്ള സ്വാധീനം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.